എന്താ ക്യാമറ വെറുതെ കൊടുക്കണ്ടോ? ഓണത്തിന്റെ ഓഫറാണ്. ഓഫറുകളൊക്കെ നമ്മളിപ്പോ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ 1DX ഒക്കെ വെറും 3-1 റേറ്റിനാണ് നമ്മൾ കൊടുക്കണം. അതെ, 3-1 റേറ്റ് ഇട്ടാ വിത്ത് ഇത് ഓഫർ എന്തെങ്കിലും ടെലിലെൻസുകൾ കോംബോ ആയിട്ട് കൊടുക്കാം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ സിഗ്മയൊക്കെ കണ്ടില്ലേ? ഫോട്ടോഗ്രാഫേഴ്സിന്റെ സ്വപ്നമാണ് ക്യാമറ ഒക്കെ. അതെ 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 150-600 എന്ന് പറഞ്ഞ ലെൻസ് 150-600 1DX. ഇത് ഏകദേശം എത്ര പൈസ വരും ഈ ഒരു കോംബോ? രണ്ടും കൂടി നമുക്ക് ഒരു 80,000 കൊടുക്കാം. കോംബോ 80,000. 80,000 രൂപ. മൊബൈൽ ഫോണിന്റെ പൈസ ഉള്ളൂ. 80,000 രൂപക്ക് നമുക്ക് വൈൽഡ് ലൈഫ് സെറ്റപ്പ് സാധനങ്ങൾ കിട്ടും. ബാക്കി ഓഫറൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് 2-3 ക്യാമറ ഏതായാലും മേടിക്കാണ്ട്. അതെ, 1DX ഒന്നും ഇവിടെ വെക്കാൻ തന്നെ നമുക്ക് സ്ഥലമില്ല. കുറെ മുകളിലൊക്കെ ഡിസ്പ്ലേ ഇരിക്കുന്നുണ്ട്. 1DX ഉണ്ട്, 1DX Mark 2 ഉണ്ട്, 1DX Mark 3 ഉണ്ട്. എല്ലാ സീരീസും 1DX നമുക്ക് ഇവിടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. 1DX Mark 2 നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 40,000 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ 1DX Mark 3 വരുമ്പോൾ ഏകദേശം 1 lakh മാത്രമേ ഉള്ളൂ. 4 ലക്ഷം ഇന്നും വിലയുണ്ട് കേട്ടോ UAE-ലൊക്കെ. സ്പോർട്സ് ഫോട്ടോഗ്രാഫി, വൈൽഡ് ഫോട്ടോഗ്രാഫി, വെഡിങ്, ഇതിനൊക്കെ ബെസ്റ്റ് അല്ലേ? നമ്മളൊക്കെ സ്പോർട്സ് ഒക്കെ ഫുട്ബോളൊക്കെ തട്ടുമ്പോൾ കാണാം 1DX ഒക്കെ പോലത്തെ ക്യാമറ ഒക്കെ വെച്ചിട്ടായിരിക്കും സ്പോർട്സ് ഫോട്ടോഗ്രാഫി ഷൂട്ട് ചെയ്യുന്നത്. നല്ല ഹൈ സ്പീഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഹൈ സ്പീഡിൽ ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. വിത്ത് എക്സ്ട്രാ ബാറ്ററി ഗ്രിപ്പ് ഒക്കെയാണ് വരുന്നത്. ഈവനിങ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 3-1 പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും പ്രൈസ് എവിടെയും കിട്ടാത്ത പ്രൈസ് ആട്ടോ നിങ്ങൾക്കത്. ടെലി ലെൻസുകളൊക്കെ നോക്കിയാൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക്? ടെലിയിൽ ഇപ്പോൾ നമുക്ക് നിക്കോണിലാണെങ്കിൽ നിക്കോണിൻ്റെ സെഡിൻ്റെ 100-400 എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഏകദേശം 2,10,000 രൂപ വിലയുള്ള ലെൻസ് നമ്മൾ കൊടുക്കുന്നത് വെറും 1,30,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. എസ്-ലൈൻ ലെൻസ് ആണ്. എസ്-ലൈൻ ഹൈ ക്വാളിറ്റി ലെൻസ്. അതെ അതെ. രണ്ട് സീരീസിൽ വരുന്നുണ്ട് നിക്കോണിന്റെ ലെൻസുകൾ. ഇപ്പൊ കുറെ ആൾക്കാർ തിങ്ക് ചെയ്യുന്നുണ്ടോ 180-600 പുതിയതിന് 150 ഉള്ളൂ. അതിന്റെ ഈ സീരീസും ഈ ഒരു സീരീസും രണ്ട് ഡിഫറെന്റ് സീരീസ് ആണ് വരുന്നത്. ഇത് ഹൈ ക്വാളിറ്റി സീരീസ് ആണ്. എസ്-ലൈൻ അറിയാലോ, എസ്-ലൈൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി നല്ല പ്രൈസ് ഉള്ള സോണിയിൽ G-Master എന്നൊക്കെ പറഞ്ഞ പോലത്തെ സീരീസ് വരുന്നത്. അലൈൻമെന്റ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഒരു ഡൗട്ട് ആണത്. അതുപോലെ ഇത് ടാമറൂണിന്റെ കണ്ടംപററി ലെൻസ് ആണ്. G2 എന്ന് പറഞ്ഞ ടാമറൂണിന്റെ G2 എന്ന് പറഞ്ഞ സീരീസ്. സിഗ്മയിലാകുമ്പോഴാണ് കണ്ടംപററി വരിക. 150-600 എന്ന് പറഞ്ഞ സീരീസ് ആണ്. 1,20,000 പുതിയതിന് വില വരുന്നത്. പകുതി പൈസക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം 55,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് കാനോൺ മൗണ്ട് ആണ്. ഈ കാനോണും നിക്കോണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതെ. വൈൽഡ് ലൈഫ് ഒക്കെ നമുക്ക് ഒരു എന്താ പറയാ എന്തെങ്കിലും എന്ത് റിലേറ്റഡ് ആയ എക്യുപ്മെന്റ് വേണമെങ്കിലും നേരെ ക്യാമാട്ടിക്ക് വന്നു. ഏറ്റവും ബെസ്റ്റ് പ്രൈസ്. നിങ്ങൾ ഈ കളക്ഷൻസ് കണ്ടോ? ഇത്രയും കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നിങ്ങൾ കേരളത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമോ? അത് കൂടാണ്ട് ഇവിടെ വെക്കാൻ സ്പേസ് ഇല്ല. അത് മുകളിലും നമ്മുടെ മുകളിൽ റോയിൽ കുറെ ഇരിക്കുന്നുണ്ട്. അതെ. സോണിയിലാണെങ്കിൽ 200-600 1,58,000 വില വരുന്ന ലെൻസാണ്. നമുക്കിത് വെറും 1 lakh ബിലോ ആണ് പ്രൈസ് വരുന്നത്. 1 lakh വില വരുന്നുള്ളൂ. G-Master 12 ലെൻസുകളൊപ്പം നമ്മുടെ റെഡിയിൽ ഇന്ന് സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ കണ്ടംപററി പറഞ്ഞില്ലേ, സിഗ്മയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലെൻസാണ്. നമുക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസ് നമുക്ക് പർച്ചേസ് ചെയ്താൽ മതി. ഇത് വരുന്നത് 150-600. അതും കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. പുതിയത് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ. പ്ലസ് നമ്മുടെ 2 month സ്റ്റോർ വാറണ്ടി ഉണ്ടാവും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റിനും 2 month സ്റ്റോർ വാറണ്ടി ഉണ്ടാവും. അതായത് കമ്പനി എങ്ങനെ വാറണ്ടി നൽകണോ അതേപോലത്തെ സെയിം വാറണ്ടിയാണ് നമ്മുടെ ക്യാമാർട്ടിന്റെ വാറണ്ടി. പിന്നെ ഇതിലിങ്ങനെ പോയാൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇത് നിക്കോണിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലെൻസാണ്. 200-600 എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. പുതിയതിന് ഏകദേശം 85,000 രൂപ 90,000 വില വരുന്നുണ്ട്. നമുക്കിത് പകുതി പൈസക്ക് തരാം. വെറും 40,000 മാത്രമേ ഉള്ളൂ. 15 പീസോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതും ഒരു D500 ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു 80,000 രൂപയാണ് ആ കോംബോ വരുന്നുള്ളൂ. അത് വേണമെങ്കിൽ ഇതിലും വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതിലും നമുക്ക് 1DX-ഉം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കോംബോ അങ്ങനെ സെറ്റ് ചെയ്യാം. DSLR അടിപൊളി ലെൻസ് വാങ്ങിയിട്ട് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ടെലി ലെൻസുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ക്യാമറകൾ അവൈലബിൾ ആണ്. ഈ വൈറ്റ് ക്യാമറ എന്താ? ഇത് കാനോണിന്റെ 200 എന്ന് പറഞ്ഞ സീരീസ് ആണ്. പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പീസ്. റയർ പീസാണ് ഈ വൈറ്റ് ക്യാമറ ഒക്കെ. കുറെ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ
ലെതറൊക്കെ കണ്ട അടിപൊളി കളറിൽ ശരിക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാതെ മേടിക്കാം. അതെ അതെ. ഇത് എത്ര പ്രൈസ് വരും? ഇതിന് ഏകദേശം ഒരു 25,000 മുതൽ നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്ന ഈ കളറിലെ ഈ ഒരു കളറിലെ പീസിന് ഈ ഒരു കളറിൽ നമുക്ക് വേറെ ഇപ്പോൾ ZV-10 എന്ന് പറഞ്ഞ ക്യാമറ ഒക്കെ വരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. R50 അതുപോലെ R100 ഇതൊക്കെ വൈറ്റ് എഡീഷനിൽ ഇപ്പൊ വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്. അതിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. ആളുകളുടെ മിക്ക ആൾക്കാരും കണ്ടിരിക്കുന്നത് ബ്ലാക്ക് കളർ ക്യാമറ ആണല്ലോ. അപ്പൊ ഒരു ചേഞ്ച് എന്ന രീതിയിൽ ഈ ഒരു പീസിനാണെങ്കിൽ ഏകദേശം 28 വരുന്നത്. ഇതിന്റെ ബ്ലാക്ക് എഡീഷൻ ആണെങ്കിൽ നമുക്ക് 25,000 മുതലുണ്ട്. ക്ലീൻ പീസാണ്. നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും സാധനം ഓണത്തിനൊക്കെ. ഇത് മാത്രല്ല, പൂക്കളൊക്കെ വെച്ചിട്ട്. അതെ, ഇത് മാത്രല്ല ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതൊക്കെ എൻട്രി ലെവൽ ബിഗിനേഴ്സ് ക്യാമറയാണ്. ഒരു ഫോട്ടോഗ്രാഫി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു എൻട്രി ലെവൽ ക്യാമറാസ്. അത് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചീപ്പ്, ഏറ്റവും നമുക്ക് ചീപ്പ് എന്ന് പറയാൻ പറ്റിയ കൊടുക്കാൻ പറ്റിയ ക്യാമറ. വൈഫൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റിയ ക്യാമറ കാനോണിന്റെ 1300 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 250, 700 അതുപോലെ 4000D എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പറ്റും. ഇതൊക്കെ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ പെട്ടെന്ന് മൊബൈലിൽ ആക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും 10,000 rupees ഉള്ളൂ. 4000D 10,000 rupees സ്റ്റാർട്ടിങ് വരുന്നത്. വിത്ത് ഇൻബിൽറ്റ് ഫ്ലാഷ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ കണ്ടീഷൻ നോക്കിക്കോ, ജസ്റ്റ് നീറ്റ് പീസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എല്ലാ EF ലെൻസും അതിൽ സെറ്റ് ആണ്. ഈ പറഞ്ഞ ഈ ലെൻസുകൾ അറ്റാച്ച് ചെയ്യാം. അതെ, ഇതൊക്കെ EF മൗണ്ട് ആണ്. ഇതൊക്കെ നമുക്ക് അതിൽ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കാനോണിന്റെ മൗണ്ട് EF-ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഈ 1300 അത് കുറച്ച് ആവറേജ് പീസാണ്. ഇതൊക്കെ വെറും 8,000 rupees ആണ് വരുന്നത്. 1300 വിത്ത് വൈഫൈ സപ്പോർട്ടാണ്. ഇൻബിൽറ്റ് ഫ്ലാഷ് വരുന്നുണ്ട്. 80 മെഗാപിക്സലാണ് വരുന്നത്. അതുപോലെ ഇതിലിപ്പോ ഇല്ലാത്ത ക്യാമറ ഒന്നും ഇല്ല. എല്ലാ ക്യാമറയുടെയും കാരണം കംപ്ലീറ്റ് സീരീസ് ഇരിക്കുന്നുണ്ട് അല്ലേ? അതെ. നിക്കോണിന്റെ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നിക്കോണിന്റെ സെക്ഷൻ. അതെ, നിക്കോണിന്റെ അടിപൊളി ക്യാമറയാണ് 5600. സൂപ്പർ ക്യാമറയാണ്. ഒരു പ്രൊഫഷണൽ ടച്ച് ഒക്കെ ഉണ്ട് അതിന്റെ ഫോട്ടോന്റെ ഔട്ടിന്. പിന്നെ കുറെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൺട്രോൾസും കാര്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. വെറും 23,000 ഉള്ളൂ. അതിന് സ്ക്രീൻ ഉണ്ടോ? ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയ സ്ക്രീനൊക്കെ വരുന്നതാണ്. 23 വിത്ത് കിറ്റ് ലെൻസിൽ 23,000. അതെ, അതിന്റെ കണ്ടീഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50mm വരുമ്പോൾ നമുക്ക് ഒരു 6,000 രൂപ വരുന്നുള്ളൂ. 6,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പോൾ 30,000 വിത്ത് 2 ലെൻസ് കിറ്റ് ആയി. അതെ, പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ സൂപ്പർ ലെൻസ് ആണ് 50mm. ഓണം ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓണത്തിന്റെ ഓഫറാണ്. അപ്പോൾ നമുക്ക് വല്ല ക്യാമറ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നേരെ ക്യാമാട്ടിക്ക് വന്നു. പിന്നെ വേറെ എന്തൊക്കെയുള്ളത്? ഇനിയിപ്പോ മിറർലെസ് ക്യാമറകൾ, ഇതൊക്കെ DSLR ആണ് എടുക്കുന്നത്. ഇതൊക്കെ DSLR സീരീസിന്റെ ഒരു സെക്ഷനാണ്. കാനോണിന്റെ D40 തുടങ്ങിയിട്ട് എല്ലാ സെക്ഷനും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ ലെൻസസ് ആയിക്കോട്ടെ, എന്ത് എക്യുപ്മെന്റ്സിന്റെ എൻക്വയറി ആയിക്കോട്ടെ, നേരെ ക്യാമാട്ടിക്ക് വിളിച്ചാൽ മതി. താഴെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റൂട്ടോ. ഗോപ്രോന്റെ ഒക്കെ വൻ ശേഖരം ഇരിക്കുന്നുണ്ട്. അതൊക്കെ താഴെ ഇട്ടിരിക്കാം മൊത്തം അല്ലേ? ബൈക്കുകള്, ഗിംബലുകള്, അതുപോലെ 360 ക്യാമറ ഇരിക്കുന്നുണ്ട്. അതെ, ഗോപ്രോന്റെ 8 എന്ന് പറഞ്ഞ സീരീസ് ഒക്കെ വെറും 7,000 രൂപയുള്ളൂ കേട്ടോ സ്റ്റാർട്ടിങ്. ഇപ്പൊ നിങ്ങൾ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മഴയോ വെയിലോ അതല്ലെങ്കിൽ താഴേക്ക് വീഴാന്നാണെങ്കിൽ പോലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയുള്ള സാധനങ്ങളാണ്. ഈ മൈക്കുകളൊക്കെ വെറും 3,000 മൈക്ക് ചേട്ടാ. അതും പ്രൊഫഷണൽ മൈക്ക് റോഡിന്റെ മൈക്കുകൾ ഏകദേശം 7,000 രൂപ 8,000 രൂപ മാർക്കറ്റില് ഇന്ന് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മള് 3,000 രൂപയ്ക്ക് കൊടുക്കണം. 1/3 പ്രൈസിനാണ് കൊടുക്കുന്നത്. നമ്മൾ ക്യാമറന്റെ മുകളിൽ കറക്റ്റ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഒന്നും വേണ്ടാത്ത മൈക്കാണത്. ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോഗ് ചെയ്യാനോ ക്യാമറ പിടിച്ച് നടക്കാനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. അതുപോലെ ഗോപ്രോന്റെ ഇൻസ്റ്റാ 360 വേർഷൻ 1 ആണ്. ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വെറും 8,000 രൂപ മാത്രമേ ഉള്ളൂ. വെറും 8,000 രൂപ. ഗോപ്രോയുടെ 360 ക്യാമറ ഫ്യൂഷൻ എന്ന് പറഞ്ഞ എഡിഷൻ. അതുപോലെ ഇൻസ്റ്റാ 360 X2 എന്ന് പറഞ്ഞ സീരീസ്, ഇത് വരുന്നത് വെറും 5,000 രൂപയുള്ളൂ. അതും കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ക്യാമറ അതെ, വേറെ അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ X4 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോൺസ് ഉണ്ട്. നിയോ ഉണ്ട് അല്ലേ? ഡ്രോൺസ് നിയോ 2 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. നിയോ 2 ഒക്കെ ഒരു ബിഗിനർ സ്റ്റാർട്ടേഴ്സിനൊക്കെ ഡ്രോൺ ഒക്കെ ഫ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ലിറ്റോ നിയോ 2 ഏകദേശം 2 മാസമായിട്ടുള്ളൂ. ലിറ്റോ X1 ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ല മന്ത്ലി ഒരു 10 ഡ്രോൺ ഒക്കെ നമുക്ക് പോകുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് ആണല്ലേ? കവറൊക്കെ നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ട് വരുന്ന ബിഗിനർ ഒക്കെ എടുത്തിട്ട് ഡ്രോൺ ആണ് നിയോ 2. എന്ത് പ്രൈസ് ഇപ്പോ? 48,000 രൂപ.
ഇപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒരു തട്ട് തട്ടിയാലും കുഴപ്പമില്ല, കുഴപ്പമില്ല, പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഗാർഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സോണി ജി മാസ്റ്ററിൻ്റെ 1.4 ലെൻസുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ നിക്കോണിൻ്റെ ബോക്സൊക്കെ കാണാണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് എൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന്. ഈ ഒരു സെക്ഷൻ നമുക്ക് വരുന്നത് ഫുള്ള് ജി മാസ്റ്റർ സീരീസ് ആണ്, ഏറ്റവും ടോപ്പ് ആൻഡ് സീരീസ് ആണ് ഇത് മൊത്തം വരുന്നത്. ഈ 24-70 എന്ന് പറഞ്ഞ ലെൻസൊക്കെ മാർക്കറ്റിൽ 1,70,70,000 രൂപ വരണം. ഈ ഒരു ലെൻസിന് നമുക്ക് വെറും 1,25,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ജി മാസ്റ്റർ 1635 ഇതൊക്കെ പകുതി പൈസയ്ക്ക് നമുക്ക് തരാൻ പറ്റും. 85 GM2 ഒരുവിധം എല്ലാ വേരിയൻറ്റുകളുള്ള ലെൻസസും നമുക്ക് അവൈലബിൾ ആണ്. 14mm തൊട്ടിട്ട് 800mm വരെയുള്ള എല്ലാ ജി മാസ്റ്റർ ലെൻസസും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഇതിൽ വിത്ത് വാറൻറ്റിയോട് കൂടിയിട്ടും വിത്തൗട്ട് വാറൻറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ക്യാമാർട്ടിലേക്ക് പോയി അവിടെ വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകളുണ്ട്, അവർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാണ്ട് ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിക്കോണിൻ്റെ Z9, Z8, Z7 II, Z6 II, Z5 തുടങ്ങിയ എല്ലാ ക്യാമറാസിൻ്റെയും ബോക്സ് പീസ് കളക്ഷൻ വിത്ത് വാറൻറ്റിയോട് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സോണിയുടെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ സോണിയുടെ A1 തൊട്ടിട്ട് A9 III തൊട്ടിട്ട് FX3 എല്ലാം നമുക്ക് ബോക്സ് പീസസ് നമുക്കിതാ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ ബിഗിനേഴ്സിനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ A7C2 പ്രൊഫഷണൽ ക്യാമറയാണ്. ഡിസ്പ്ലേ ഒക്കെ ടിൽറ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടീഷൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കൂ, ഈ കണ്ടീഷൻ കണ്ടോ, ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഈ ഒരു ക്യാമറയൊക്കെ നമുക്ക് വരുന്നത് വെറും 1,10,10,000 സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. M4ൻ്റെ സെയിം സ്പെക്കാണ് വരുന്നത്, കോമ്പാക്ട് ക്യാമറയാണ്. അതുപോലെ ഈ ഇരിക്കുന്ന എല്ലാ ബോക്സിലുള്ളതും ബോക്സ് പീസ് ക്യാമറയാണ്, വിത്ത് വാറൻറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. സിനി ലൈനിൽ വരികയാണെങ്കിൽ സോണിയുടെ FX30 എന്ന് പറഞ്ഞ സീരീസ് ആണ്, ക്രോപ്പ് സെൻസറാണ്. നമുക്ക് ഷോർട്ട് ഫിലിം സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 1,20,000 രൂപ മാത്രമേ ഉള്ളൂ. പുതിയതിന് ഏകദേശം 2 ലക്ഷം രൂപ പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ എല്ലാ സീരീസും ഉണ്ട്. R സീരീസിൽ R4, R5, R3 എല്ലാ സീരീസും നമുക്ക് ബോക്സ് പീസ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 75,000-80,000 മാത്രമേ ഉള്ളൂ. അതുപോലെ സോണിയുടെ A1 എന്ന് പറഞ്ഞ സീരീസ് 4,30,000 വിലയുള്ള ക്യാമറയാണ്. ഏകദേശം നമുക്ക് 2,50,000 മുതൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ ഏറ്റവും ടോപ്പ് ആൻഡ് സീരീസ് ആയ സോണിയുടെ FX3 എന്ന് പറഞ്ഞ സീരീസാണ്, വിത്ത് ഹാൻഡിലോട് കൂടിയിട്ട് കമ്പനി വാറൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് വരുന്ന പ്രൈസ് വെറും 2,70,000 മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബോക്സ് പീസ് കാണും. കണ്ടീഷൻ നിങ്ങൾ നോക്കിക്കോ, ബ്രാൻഡ് ന്യൂ ആണ്, വിത്ത് 2 ഇയർ വാറൻറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പീസ് വരുന്നത്. കമ്പനി വാറൻറ്റിയാണ്. ഇതിൻ്റെ മൈക്ക് ഫുൾ ആക്സറീസ് നമുക്ക് അവൈലബിൾ ആണ്, ബില്ലോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ സോണിയുടെ A9 III ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഏകദേശം ബില്ല് വാറൻറ്റി കാർഡ് എല്ലാം ഉണ്ട്, വിത്ത് 1.5 ഇയർ വാറൻറ്റി, 1.5 കൊല്ലം വാറൻറ്റിയോട് കൂടിയിട്ട്. ഈ ഒരു കണ്ടീഷൻ നോക്കിക്കോട്ടോ, ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഇതിൻ്റെ ബോട്ടം സൈഡൊക്കെ നോക്കിക്കോളൂ, ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ പീസാണ്, വിത്ത് 1.5 കൊല്ലം വാറൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് വെറും 2,80,000 മാത്രമാണ് വരുന്നത്. ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ് A9 III. അതുപോലെ ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഗോഡക്സിൻ്റെ AD200 Pro 2 സീൽഡ് ബോക്സ് ആണ്, വെറും 26,000 രൂപ മാത്രമേ ഉള്ളൂ. ഓഫർ പ്രൈസ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ കനോണിലൊക്കെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ക്യാമറയാണ് കനോണിൻ്റെ 5D Mark III. ഏകദേശം 2017 2 ലക്ഷം രൂപയാണ് ഈ ഒരു ക്യാമറയുടെ വില. ഇപ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് വെറും 28,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനാണ് 28,000. ഇതിലും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം 20-22 റേഞ്ചിലുള്ള ബോഡീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് 5D Mark IV എന്ന് പറഞ്ഞൊരു സീരീസാണ്, ഫുൾ ഫ്രെയിം ക്യാമറയാണ്, ടച്ച് വൈഫൈ ഫുൾ സപ്പോർട്ടോടുകൂടി വരുന്ന ഒരു ക്യാമറയാണ്. ഇതിന് വരുന്നത് വെറും 38,000 രൂപ മാത്രമാണ്. ഇതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കളക്ഷൻസ് കാണാം കേട്ടോ, താഴെ നോക്കിക്കോളൂ. ഏകദേശം Mark IVൻ്റെയും Mark IIIൻ്റെയും തന്നെ 100 പീസിന് മേലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. 6D Mark II എല്ലാ ക്യാമറയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 6D Mark II കേട്ടോ. വൈഫൈ ഡിസ്പ്ലേ എല്ലാം ടിൽറ്റ് ചെയ്യാം, വൈഫൈ സപ്പോർട്ടഡ് ആണ്, ടച്ചാണ് വരുന്നത്, ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഈ ഒരു ക്യാമറയ്ക്ക് വരുന്ന പ്രൈസ് വെറും 25,000 മാത്രമാണ്. 6D Mark IIൻ്റെയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ലെൻസിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കനോണിൻ്റെ 50mm 1.4 എന്ന് പറഞ്ഞ സീരീസാണ് വരുന്നത്.
പുതിയതിൻ്റെ മാർക്കറ്റിൽ ഏകദേശം 28,000 രൂപ വില വരുന്ന റേറ്റ് നമുക്ക് ക്യാമാർട്ടിൽ വെറും 10,000 രൂപ മുതൽ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ 50mm നിരവധി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. അതുപോലെ കനോണിൻ്റെ 85mm 1.8 ലെൻസാണ്. ഏകദേശം പുതിയതിന് ഇപ്പോൾ 40,000 രൂപ വില വരുന്നുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു എങ്കിലും കൂടിയിട്ട് ഈ ഒരു ലെൻസിനൊക്കെ പ്രൈസ് വരുന്നത് വെറും 7,000 രൂപ 8,000 രൂപ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫുൾ ഫ്രെയിം ലെൻസിന് വരുന്ന പ്രൈസ് ഒരു ഏവറേജ് കണ്ടീഷനാണ്, അതാണ് ഈ റേറ്റ് വരുന്നത്. ഫോട്ടോൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലെൻസാണ് ഇത് 85mm. ഇതിൻ്റെ നിരവധി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ ലെറ്റർ അതുപോലെ സ്ക്രാച്ചസ് ഫംഗസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ ലെൻസിൻ്റെയും പ്രൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അതിൻ്റെ തന്നെ ഇവിടേക്ക് ഈ ഒരു റോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെയധികം കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ ഒരു ടെലിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു മോഡലാണ് കനോണിൻ്റെ EF മൗണ്ടാണ് ഈ ഒരു ലെൻസ് വരുന്നത്. ടാമറോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഈ ലെൻസൊക്കെ ഏകദേശം വെറും 10,000 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ലെൻസിൻ്റെ വില. ഫുൾ ഫ്രെയിം ലെൻസിൻ്റെ വില 1% പോലും പ്രൈസ് നമുക്ക് ഈ ഒരു ലെൻസിന് വരുന്നില്ല. അതുപോലെ വൈഡ് ലാൻഡ്സ്കേപ്പിന് വൈഡ് ഫോട്ടോഗ്രാഫി ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് 1740 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 10,000 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയും ഒട്ടനവധി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ 1635 എന്ന് പറഞ്ഞ സീരീസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന് വരുന്നത് വെറും 20,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ 2470 കാനോണിൻ്റെ USM ലെൻസാണ്. EF മൗണ്ടാണ്. ഇറങ്ങുന്ന ടൈമിൽ ഏകദേശം 1,20,000 രൂപയാണ് ഈ റേറ്റിൻ്റെ വാല്യൂ വരുന്നത്. ഈ ഒരു ലെൻസ് ഇപ്പോൾ നമുക്ക് വെറും 45,000 രൂപയ്ക്ക് നമുക്ക് ക്യാമാർട്ടിൽ ഓഫർ പ്രൈസിന് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മുന്നേ കണ്ടത് നമ്മൾ 2.8 ആണ്. ഈ ഒരു ലെൻസ് F4 ആണ് കേട്ടോ. ഇതിന് വരുന്നത് വെറും 17,000 രൂപ മാത്രമേ ഉള്ളൂ. വെറും 17,000 രൂപ. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലെൻസസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് കനോണിൻ്റെ 40mm വെറും 5,000 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ 24mm വൈഡ് ലെൻസ് വെറും 3,000 രൂപ 4,000 രൂപയാണ് ഈ ഒരു ലെൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കേട്ടോ. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എവിടെയും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു ലെൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ ടോക്കിനയുടെ 1160 എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഫ്രെയിം ലെൻസാണ്. 38,000 രൂപ വരുന്ന ഈ ഒരു ലെൻസിൻ്റെ വില വെറും 6,000 രൂപ മാത്രമേ ഉള്ളൂ നമുക്കിത് ക്യാമാർട്ടിൽ. ഇതിൻ്റെ തന്നെ ഒട്ടനവധി കളക്ഷൻസ് നമുക്കിത് ഡിസ്പ്ലേയിൽ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വരിക, നേരിട്ട് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക. ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനും 2 month ചെക്കിംഗ് വാറൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ സെയിൽ ചെയ്യണത്, ബില്ലോട് കൂടിയിട്ടാണ്. ഇത് കനോണിൻ്റെ 24-105 IS2 എന്ന് പറഞ്ഞ സീരീസാണ്. IS സ്റ്റെബിലൈസേഷനുള്ള ഒരു ലെൻസാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും 25,000 മാത്രമാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് സോണിയുടെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സോണിയുടെ ഒരു അധോലോകം തന്നെയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സീരീസും R സീരീസ് ആയിക്കോട്ടെ, M സീരീസ് ആയിക്കോട്ടെ, S സീരീസ് ആയിക്കോട്ടെ, എല്ലാ സീരീസും നമുക്കിതാ ഡിസ്പ്ലേയിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ R4 ഒക്കെ ഇപ്പോഴും മാർക്കറ്റിൽ ഏകദേശം 2.5 ലക്ഷം വിലയുള്ള ഒരു ക്യാമറയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 80,000 ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല. അതുപോലെ 7R3 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. വെറും 60,000 മാത്രമേ ഉള്ളൂ 7R3യുടെ പ്രൈസ് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയിൽ ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഫുൾ കളക്ഷൻസ് ഉണ്ട് സോണിയുടെ. എല്ലാ സീരീസും ഉണ്ട്. S സീരീസ്, M സീരീസ്, R സീരീസ് എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ സോണിയുടെ ഈ ഒരു ക്യാമറ A92 എന്ന് പറഞ്ഞ സീരീസ്, A92 കേട്ടോ. A9 ഉണ്ട്. A9 വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 55,000 രൂപ മാത്രമേ ഉള്ളൂ. ഈ A92 എന്ന് പറഞ്ഞ ക്യാമറ വെറും 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ക്യാമാർട്ടിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. A93 നമ്മളവിടെ കണ്ടായിരുന്നു. 3 ലക്ഷം രൂപയാണ് വരുന്നത് A93 വരുന്നത്. അതുപോലെ സോണിയുടെ A7M3 ഒരുവിധം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ കൈ എത്തിച്ചൊരു ക്യാമറയാണ് ഈ ഒരു സോണിയുടെ A7M3 എന്ന് പറഞ്ഞ ക്യാമറ. വളരെയധികം ക്യാമറ വിറ്റഴിച്ചിട്ടുണ്ട് സോണി കമ്പനി M3 എന്ന് പറഞ്ഞ ക്യാമറ. M3 ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 45,000 രൂപ മാത്രമേ ഉള്ളൂ സോണിയുടെ A7M3. ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 35-40 പീസോളം ഇപ്പോൾ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെയും കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. അതുപോലെ സോണിയുടെ A7R5 2,85,000-90,000 വരുന്ന ഒരു ക്യാമറയാണിത്. വിത്ത് വാറൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ക്യാമാർട്ടിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 7-8 പീസോളം റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട്.
അതുപോലെ ലെൻസസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സോണിയുടെ 24-70, അതുപോലെ 16-35 എല്ലാ സീരീസും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. 24-70 ഒക്കെ ഏകദേശം വെറും 65,000 മാത്രമാണ് വരുന്നത്. അതുപോലെ ജി മാസ്റ്റർ 85mm സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 55,000 മാത്രമേ ഉള്ളൂ. പകുതി പൈസയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 24-105 ഏകദേശം 35,000-40,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നമുക്കിനി കനോണിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കനോണിൻ്റെ R സീരീസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ മൊത്തം വരുന്നത്. കനോണിൻ്റെ R6 Mark II എന്ന് പറഞ്ഞൊരു സീരീസ് ആണിത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 1,00,000 രൂപ മാത്രമാണ്. ഇത് കമ്പനി വാറണ്ടി ഉണ്ടാവും, ഒരു 2 month കമ്പനി വാറണ്ടി ഉണ്ടാവും. അതുപോലെ കനോണിൻ്റെ EOS R എന്ന് പറഞ്ഞ സീരീസ് ആണിത്. ഏകദേശം കനോൺ കമ്പനി എത്ര ലക്ഷം ക്യാമറ വിറ്റഴിച്ചിട്ടുണ്ടെന്ന് അറിയാം EOS R. ഒട്ടനവധി ക്യാമറകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമറയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 45,000 മാത്രമേ ഉള്ളൂ. EOS R-ൻ്റെ കണ്ടീഷൻ നോക്കിയാൽ നീറ്റ് പീസാണ്. 2 month കമ്പനി വാറണ്ടിയോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം വെറും 45,000 EOS R നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുപോലെ കനോണിൻ്റെ R6 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, R5 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. R5ൻ്റെ ഒക്കെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം, ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ബോഡി വിത്ത് അഡാപ്റ്ററോട് കൂടിയിട്ട് നമുക്ക് വരുന്ന പ്രൈസ് വെറും 1,55,000 മാത്രമേ ഉള്ളൂ. ഈ ഒരു R6 എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് വെറും 80,000 മാത്രമേ ഉള്ളൂ കേട്ടോ. നീറ്റ് പീസാണ്. R6 Mark II 1,00,000, R6 ബോഡി വെറും 80,000 വിത്ത് ഒറിജിനൽ ബാറ്ററി ചാർജറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് വരുന്നത്. അതുപോലെ ബിഗിനേഴ്സിനൊക്കെ ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ കനോണിൻ്റെ R8 എന്ന് പറഞ്ഞ സീരീസ്, അതുപോലെ RP എന്ന് പറഞ്ഞ സീരീസാണ്. ഇതിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കിയേ, നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 50,000 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് RPയുടെ. പുതിയതിപ്പോൾ കമ്പനി ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തു. ഹൈലി ഡിമാൻഡ് ക്യാമറയാണ് EOS RP. അതുപോലെ കനോണിൻ്റെ R8 എന്ന് പറഞ്ഞ സീരീസാണ്. R6 Mark II, R6 Mark III ഒക്കെ ഏകദേശം സെയിം സ്പെക്കാണ് ഈ ഒരു ക്യാമറ വരുന്നത്. R8 എന്ന് പറഞ്ഞ ക്യാമറ പ്രൈസ് വരുന്നത് വെറും 75,000 മാത്രമേ ഉള്ളൂ. വിത്ത് വാറൻറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. അതുപോലെ എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് ഇൻബിൽട്ട് ഫ്ലാഷോട് കൂടിയിട്ട് വരുന്ന ഒരു ക്യാമറയാണ് കനോണിൻ്റെ M50 എന്ന് പറഞ്ഞൊരു സീരീസാണ്. M50 Mark I ആണ്. ഇതിൻ്റെ വേർഷൻ 2 വരുന്നുണ്ട്. വേർഷൻ 2 വരുമ്പോൾ ഏകദേശം 35,000 വരുന്നത്. ഇതിൻ്റെ വേർഷൻ 1 വരുന്നത് ഏകദേശം 25,000 മാത്രമേ ഉള്ളൂ. അതുപോലെ ലെൻസസിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലെൻസാണ് കനോണിൻ്റെ RF24-105 എന്ന് പറഞ്ഞൊരു സീരീസാണ്. STM ലെൻസാണ്. പുതിയതിന് ഏകദേശം 38,000 രൂപ പ്രൈസ് വരുന്നുണ്ട്. വെറും 25,000 മുതലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ കനോണിൻ്റെ RF-ൻ്റെ 85mm വെറും 28,000 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ലെൻസ്. അതുപോലെ RF ലെൻസിൻ്റെ വലിയൊരു കളക്ഷൻസ് നമുക്ക് താഴ്ത്തിരിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ആൻഡ് സീരീസ് ആയ കനോണിൻ്റെ 2870 എന്ന് പറഞ്ഞൊരു സീരീസാണിത്. പുതിയതിന് ഏകദേശം 2,65,000 പുതിയതിന് വില. മാർക്കറ്റിലാണെങ്കിൽ ഈ ഒരു ലെൻസ് ഇപ്പോൾ കിട്ടാനുമില്ല. ക്യാമാർട്ടിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 1,85,000 മാത്രമേ ഉള്ളൂ. അതുപോലെ EF ലെൻസസ് ആണെങ്കിലും എല്ലാ ലെൻസിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. 24-70, 24-105, 16-35 ഏത് ലെൻസ് ആവട്ടെ എല്ലാ ലെൻസിൻ്റെയും കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിക്കോണിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് D810 തൊട്ടിട്ട് എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. D800, D810, അതുപോലെ D850 എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ക്യാമറ ഇപ്പോൾ ഏകദേശം 4-5 വർഷം പഴക്കമുള്ള ഒരു ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ, ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഇതുപോലത്തെ ഒരു ക്യാമറ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല ഇത്രയും നീറ്റായിട്ട്. ഈ ഒരു പഴക്കത്തിലുള്ള ഒരു ക്യാമറ. ഇതിൻ്റെ വില വരുന്നത് വെറും 25,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിക്കോണിൻ്റെ ക്യാമറ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് നിക്കോണിൻ്റെ 5600 ഏകദേശം 23,000 തൊട്ടിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് അവൈലബിൾ ആണ്. സെറ്റ് സീരീസിലേക്ക് പോവുകയാണെങ്കിൽ സെറ്റ് സീരീസിൽ നമുക്ക് എല്ലാവിധ ടോപ്പ് ആൻഡ് സീരീസ് ലെൻസസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നിക്കോണിൻ്റെ 85mm 1.2 എന്ന് പറഞ്ഞ സീരീസാണ്. മാർക്കറ്റിൽ ഏകദേശം 2,10,000 രൂപ ലെൻസിന് പ്രൈസ് വരുന്നുണ്ട്. ക്യാമാർട്ടിൽ വരുന്നത് വെറും 1,40,000 മാത്രമേ ഉള്ളൂ. പ്ലസ് 6 month കമ്പനി വാറൻറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. ഈ ഒരു സീരീസിൽ തന്നെ 50mm 1.2 നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസും ഏകദേശം 1 lakh മാത്രമേ ഉള്ളൂ ഈ ഒരു ലെൻസിൻ്റെ വില.
സെറ്റ് സീരീസിലെ ക്യാമറയുടെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നിക്കോണിൻ്റെ Z8, Z6 II, Z6 III എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു Z6 II ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും 75,000 മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യാമറ. സെറ്റ് സീരീസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ, നമ്മുടെ ഈ വീഡിയോ കണ്ട് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ നേരെ നമ്മുടെ ക്യാമാട്ടിക്ക് വരിക. അവിടെ വന്നിട്ട് ചെക്ക് ചെയ്തെടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ബോഡിയുടെ വേറെയും ബോഡീസ് കാണാം. ഈ ഒരു ബോഡി മാത്രമല്ല Z6 II ഉള്ളത്, നമ്മുടെ അടുത്ത് 10-15 പീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. Z8 ഒക്കെ നമുക്ക് ബോക്സ് പീസാണ് ഇരിക്കുന്നത്, അതാണ് നമ്മൾ കാണിക്കാത്ത കേട്ടോ ആ ഒരു സെക്ഷനിൽ. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ റെഡായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇറങ്ങിയ നിക്കോണിൻ്റെ ZR എന്ന് പറഞ്ഞ സീരീസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 1,35,000 മാത്രമേ ഉള്ളൂ ബോഡിക്ക് വില. വിത്ത് വാറൻറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. കാനോണിൻ്റെ വൈൽഡ് ലൈഫിനൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു മോഡലാണ് കാനോണിൻ്റെ 100-400 എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഇറങ്ങുന്ന ടൈമിൽ ഏകദേശം 1,70,000 ഒക്കെ വാല്യൂ ഉള്ള ലെൻസാണ്. നമുക്കിപ്പോൾ വെറും 82,000 രൂപയ്ക്ക് നമുക്കിത് ക്യാമാർട്ടിൽ അവൈലബിൾ ആണ്. നോ ഫംഗസ്, നോ സ്ക്രാച്ച്, ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. പ്ലസ് നമ്മുടെ 2 month സ്റ്റോർ വാറൻറ്റി ഉണ്ടാവും. അതുപോലെ നിക്കോണിൻ്റെ ഈ ഒരു കാനോണിൻ്റെ 7200 IS3 എന്ന് പറഞ്ഞ സീരീസാണ്. IS2 ഉണ്ട്. IS2 വരുമ്പോൾ ഏകദേശം 30-32 റേഞ്ചാണ് വരുന്നത് സ്റ്റാർട്ടിങ്. IS3 ആണ് ഏകദേശം 50 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. IS3 എന്ന് പറഞ്ഞ സീരീസ്. ഇതിൻ്റെയൊക്കെ കണ്ടീഷൻ ബേസ് ആയിരിക്കും നമുക്ക് പ്രൈസ് വരുന്നത്. അതുപോലെ EF-ൻ്റെ ലെൻസ് 1.2 കാനോണിൻ്റെ ലെൻസ്, ഇതൊക്കെ അന്വേഷണം നടക്കുന്നവർക്കായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരെണ്ണമല്ല 10 പീസ് നമുക്കിവിടെ സ്റ്റോക്കിലുണ്ട്. 85 കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പ്രൈസ് വരിക. ഈ ഒരു ലെൻസിന് പ്രൈസ് വരുന്നത് ഏകദേശം 38,000 മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ കാനോണിൻ്റെ തന്നെ IS ലെൻസാണ് 85mm 1.4, ഏകദേശം ഒരു 65,000 മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെയും കണ്ടീഷൻ ബേസ് ആയിരിക്കും നമുക്ക് പ്രൈസസ് വരിക. അതുപോലെ എല്ലാ ലെൻസസും നമുക്കിവിടെ അവൈലബിൾ ആണ്. മൈക്രോ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ കാനോണിൻ്റെ 100mm 2.8 ലെൻസാണ്. ഹൈലി ഡിമാൻഡാണ്. ലെൻസ് കിട്ടാനില്ല, ക്യാമാർട്ടിൽ അവൈലബിൾ ആണ്. 5-6 ലെൻസുകളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 35,000 രൂപ മാത്രമാണ്. കണ്ടീഷൻ ബേസ് ഇതിലും ലോ ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ ലെൻസ് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് കാനോണിൻ്റെ 200 ഇതൊക്കെ റയറായിട്ട് ഉള്ളൊരു ലെൻസാണ് കേട്ടോ. 200mm ബ്ലോക്കൊക്കെ വൈൽഡ് ലൈഫ് ബേഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ 200mm ബ്ലോക്ക് ലെൻസാണ്. വെറും 25,000 മാത്രമേ ഉള്ളൂ ഈ ഒരു ലെൻസിന്. L2 ആണ്. അതുപോലെ 135ൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്, 100ൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ക്യാമാർട്ടിക്ക് വരിക, ഇവിടെ ഒന്ന് ഡയറക്റ്റ് ചെക്ക് ചെയ്തെടുക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ. സിഗ്മയുടെ ലെൻസസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സിഗ്മയുടെ 85mm 35mm ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സിഗ്മയുടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലുമിക്സിൻ്റെ സെക്ഷനാണ് വരുന്നത്. ലുമിക്സിൻ്റെ S1 വിത്ത് 24-105 നമുക്ക് വരുന്ന പ്രൈസ് വെറും 85,000 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ ഫ്യൂജി ഫിലിമിൻ്റെ XT200 എന്ന് പറഞ്ഞൊരു സീരീസാണ് 32,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ലുമിക്സിൻ്റെ S1 സീരീസ് ഉണ്ട്, R സീരീസ് ഉണ്ട്, SH സീരീസ് ഉണ്ട്. എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ സോണിയുടെ എൻട്രി ലെവൽ ബേസ് മോഡൽ വരുന്ന 6,000 തൊട്ടിട്ട് 6600 6700 വരെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. 6,000 ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വെറും 23,000 രൂപ മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് 6500 നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന് വരുന്നത് വെറും 35,000 രൂപ മാത്രമാണ്. എവറി ഡേ എൻക്വയറി വരുന്ന ഒരു സീരീസ് ആണ് 6700 നമുക്ക് 95,000 ആണ് വരുന്നത്. വിത്ത് 2.6 years 2.5 കൊല്ലം വാറൻറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് വരുന്നത് സോണി കമ്പനിയുടെ. അതൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് കേട്ടോ. അതുപോലെ ഇത് സിഗ്മയുടെ ആർട്ട് ലെൻസ് ആണ്. കാനോൺ മൗണ്ട് ആർട്ട് ലെൻസ് ആണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 45 ലെൻസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് വെറും 45,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സോണിയുടെ 70-200 എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇവിടെ ടോപ്പിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിറയെ പീസസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വെറും 65,000-70,000 മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് സോണിയുടെ 1.8 ലെൻസസ് ആണ്. 35mm 85mm ലെൻസസ് ആണ്. 35mm സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 23,000 രൂപ 25,000 റേഞ്ചാണ്. 85mm പോർട്രേറ്റ് ലെൻസാണ്. ഹൈലി ഡിമാൻഡ് ലെൻസാണ്.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് നമുക്ക് 25,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. അതുകൂടാണ്ട് സോണിയുടെ APC ലെൻസസ് ആണ് ഈ ഇരിക്കുന്ന ഈ സെക്ഷൻ മൊത്തം. APC ലെൻസസ് എല്ലാ മോഡൽസും നമുക്ക് ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. 11, 16 എല്ലാ മോഡൽസും നമുക്ക് വൈഡ് തൊട്ടിട്ട് സൂം 300 വരെ എല്ലാ ലെൻസ് APC നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വൈഡ് ലെൻസൊക്കെ വെറും 6,000 റുപ്പീസ് ഉള്ളൂ, 16mm. അതുകൂടാണ്ട് സൂം ലെൻസിലേക്ക് എത്തുമ്പോൾ 210 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, 55 210. അതിലേക്ക് ഏകദേശം പ്രൈസ് വരുന്നത് 10,000 റുപ്പീസാണ്. ടാമറോണിൻ്റെ 70-300 ഉണ്ട് സൂം ലെൻസ്. അതിന് പ്രൈസ് വരുന്നത് ഏകദേശം 25,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ, ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. ഇപ്പം നമുക്കിവിടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഇത് സാംയാങ്ങിൻ്റെ തേർഡ് പാർട്ടി ലെൻസസ് ആണ്. സാംയാങ് അതുപോലെ വിൽട്രോക്സ് തുടങ്ങിയ ബ്രാൻഡുകളുടെ തേർഡ് പാർട്ടി ലെൻസസ് ആണ്. വിൽട്രോക്സിൻ്റെ 85mm ആകുമ്പോൾ ഓൾമോസ്റ്റ് നിക്കോൺ ആണെങ്കിലും സോണി ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ് വരുന്നത്, വെറും 15,000 രൂപ മാത്രമേ ഉള്ളൂ. സാംയാങ്ങിലേക്ക് വരുമ്പോൾ 85mm 1.4 ലെൻസ് നമുക്ക് 20,000 മുതൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ വരുന്ന ലുമിക്സിൻ്റെ സെക്ഷനാണ്. ലുമിക്സിൽ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക്. ലുമിക്സിൻ്റെ 24-105, 24-70 2.8, അതുപോലെ തേർഡ് പാർട്ടി ബ്രാൻഡുകളും ലുമിക്സിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണമെന്നുള്ളവർ നമ്മളെ ക്യാമാർട്ടായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കാം, അതിലേക്ക് ജസ്റ്റ് എൻക്വയറീസ് അയച്ചാൽ മതി. നമുക്കത് മെസ്സേജസ്, ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അതിലേക്ക് ഫോർവേഡ് ചെയ്യാം. അതുപോലെ ഇതെല്ലാം ബോക്സ് പീസ് സെക്ഷനാണ്. ലുമിക്സിൻ്റെ 105ൻ്റെ സെക്ഷനാണ് വരുന്നത്. ഏകദേശം 45,000 ഉള്ളൂ കേട്ടോ ലുമിക്സിൻ്റെ 105. അതുപോലെ 85mm 25,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ 1DX ഒക്കെ നമുക്ക് ബോക്സ് പീസ് ഐറ്റം വരുന്നുണ്ട്. ഏകദേശം 55,000 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് നമ്മളവിടെ കണ്ടിരുന്നു, കനോണിൻ്റെ ഡിസ്പ്ലേയിൽ കണ്ടിരുന്നു. R8 ക്യാമറ 75,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക്. നീറ്റ് പീസ്, ബോക്സ് പീസ്. പിന്നെ വളരെ റയർ ലെൻസാണിത്. 5.2 2.8 ഡ്യുവൽ ഫിഷ് ഐ എന്ന് പറഞ്ഞൊരു സീരീസ്. രണ്ട് ലെൻസാണ് അതിന് വരിക. 2 വിഷ്വലായിട്ടാണ് അത് കൺവേർട്ട് ചെയ്തെടുക്കണം. ആ ലെൻസിനൊക്കെ നമുക്ക് ഏകദേശം ഒരു 5.2 ലെൻസിനൊക്കെ ഏകദേശം ഒരു 70,000-75,000 ആണ് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്തു. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പർ കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് വരുന്നത്. നിയറസ്റ്റ് KSRTC ഏകദേശം വാക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നത് ഓൺലി 300 മീറ്റർ ഉള്ളൂ. റെയിൽവേ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം 500 മീറ്റർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അകലെ നിന്നൊക്കെ വരുന്നവർക്ക് സൗകര്യമുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴത്തെ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ.